അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയ സഹോദരങ്ങളെ, ജബ്ബാർ ഖുർആൻ പഠനം നടത്തുമ്പോൾ ജബ്ബാറിൻ്റെ സമീപനങ്ങൾ സംബന്ധിച്ച് പരിശോധിച്ചാൽ കുഞ്ഞൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളലിൽ പാണ്ടന്നായിയുടെ കഥ പറയുന്നുണ്ട്. അതാണ് ജബ്ബാറിൻ്റെ അവസ്ഥ. എന്നിട്ടരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു. ജബ്ബാറിൻ്റെ ഉള്ളിൽ നിന്ന് നൊരച്ചു പൊങ്ങുന്ന ഇസ്ലാമിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിരോധവും വിദ്വേഷവും അതെത്രമാത്രം സാന്ദ്രമാണ്, എത്രമാത്രം കട്ടിയുള്ളതാണ്, ശക്തമാണ് എന്നതിന് ജബ്ബാറിൻ്റെ ഖുർആൻ പഠനം ഒരു ആവർത്തി കേട്ടാൽ നമുക്ക് ബോധ്യമാവും. ഖുർആന് മുഹമ്മദ് നബിയുടെ വാക്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ഭ്രാന്തോക്തികളാണെന്നാണ് ജബ്ബാറിൻ്റെ വാദം. അത് ജബ്ബാർ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്ന് മാത്രമല്ല, ശത്രുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെയുള്ള സമീപനങ്ങളെ എത്ര മാന്യവൽക്കരിച്ചാണ് ജബ്ബാർ അവതരിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജബ്ബാറിൻ്റെ അലക്ക് സൂറ എന്ന പഠനം. ഇതിൻ്റെ അവസാനത്തിൽ ജബ്ബാർ അബൂജഹലിനെ പവിത്രീകരിക്കുന്നുണ്ട്. ഒരു കഅബയുടെ അധികാരം കയ്യാളിയിരുന്ന ആൾ, അതായത് ഖുറൈശികളുടെ ക്ഷേത്രം എന്നാണ് ജബ്ബാർ അതിന് പറയുന്നത്. ഖുറൈശികളുടെ ക്ഷേത്രത്തിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി പ്രകോപനം സൃഷ്ടിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. എന്നിട്ടും എത്ര മാന്യമായിട്ടാണ് അബൂജഹൽ നബിയോട് സംസാരിച്ചത്. മുഹമ്മദേ, നന്നോട് ചെയ്യരുതെന്ന് ഞാൻ പണ്ട് പറഞ്ഞിരുന്നില്ല, പിന്നെ ഈ ആവർത്തിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അബൂജഹലിൻ്റെ ആണെന്ന് തിരിച്ചുപോയി. ഇതാണ് ജബ്ബാർ പറഞ്ഞത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ, അബൂജഹൽ ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലിൻ്റെ നേരെ തട്ടിക്കയറുകയും അബൂജഹലിനെ കയ്യേറ്റം നടത്താൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞ ആ പാണ്ടന്നായിൻ്റെ കഥ പറഞ്ഞത്. എന്നിട്ടരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു പറഞ്ഞത്. ജബ്ബാർ ഇങ്ങനെ കിതച്ച് ഓടുകയാണ്. ഖുർആൻ സൂറത്ത് അറാഫിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുക്കുഹു യൽഹസ്. അവനെ വെറുതെ വിട്ടാലും അവൻ കിതച്ച് നാവും നീട്ടി ഓടും, ഇനി ആക്രമിച്ചാലും നാവും നീട്ടി ഓടും. ഇതാണ് ജബ്ബാറിൻ്റെ അവസ്ഥ. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ജബ്ബാർ ഇവിടെ വാഹിദിയ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഇംഗ്ലീഷിലുള്ളതാണ് പറഞ്ഞു പോവല്ലാതെ എന്തുകൊണ്ട് ജബ്ബാർ അതിൻ്റെ മലയാളം അർത്ഥം പറയില്ല? അതിൽ തന്നെ എന്തുണ്ടോ ഒരു കള്ളത്തരം. അപ്പോൾ തഫ്സീറുകളിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂജഹൽ ഭീഷണിപ്പെടുത്തിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രതികരിച്ചിട്ടുള്ളത് ശരിയാണ്. നബി അവിടെ ഒരിക്കലും അബൂജഹലിനെ ജബ്ബാർ പറഞ്ഞ മാതിരി തെറി പറയല്ല ചെയ്തത്. വളരെ മാന്യമായി, എന്നാൽ ശത്രുവിനെ കൊള്ളണ നിലക്ക് നബി അയാളോട് കയർത്തിട്ടുള്ളത് ശരിയാണ്. ഇവിടെ അൽ വജീസ് എന്ന് പറയുന്ന ഒരു തഫ്സീറുണ്ട് ഇബ്നു അത്തിയ്യയുടെ. അതിൽ ഇബ്നു അത്തിയ്യ പറയുന്നത്, ഖാല ഇബ്നു അത്തിയ്യ വലം യഖ്തലിഫ് അഹദും മിനൽ മുഫസ്സിരീൻ അന്നൻ നാഹി അബൂജഹൽ വ അന്നൽ അബ്ദൽ മുസല്ലി ഹുവ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടഞ്ഞു എന്ന് പറയുന്ന ആൾ അബൂജഹലാണ് എന്നും ആ നമസ്കരിച്ചിരുന്ന വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ള കാര്യത്തിൽ മുഫസ്സിറുകൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പോൾ എല്ലാ മുഫസ്സിറുകളും മുഹദ്ദിസുകളും ഒക്കെ ഏകകണ്ഠമായി ഉദ്ധരിച്ചിട്ടുള്ള സംഭവത്തെയാണ്
ഇവിടെ ജബ്ബാർ പ്രശ്നവൽക്കരിക്കുകയും എന്നിട്ട് അതിനെ നിസ്സാരമായി കണ്ടിട്ട് അബൂജഹലിനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും അബൂജഹലിന് പറ്റിയ കൂട്ടാളിയാണ്. ഒരു കാലഘട്ടത്തിലാണ് ഇവർ ജീവിച്ചിരുന്നെങ്കിൽ അബൂജഹലിൻ്റെ വലങ്കയ്യായിട്ട് നിൽക്കാൻ മാത്രം, എന്ന് മാത്രമല്ല ഒരുപാട് അബൂജഹലിൻ്റെ തന്നെ മേലെ നേതാവായിട്ട് നിൽക്കാൻ മാത്രം പോരിഷുള്ള ആളാണ് നമ്മളെ ജബ്ബാർ മാഷ്. അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതുണ്ട്. എന്നാൽ വാഹിദിയും അതുപോലെ തഫ്സീറിലൊക്കെ കാണാവുന്ന ഒരു സംഗതി, നസലത്ത് ഈ ആയത്തിനെ അതായത് സൂറത്ത് അലക്കിലെ കല്ലാ ഇന്നല്ലി റായിത്തല്ലതി യൻഹ അബ്ദൻ ഇദാ സല്ലാ എന്നുള്ള ആ ഭാഗത്തെ സംബന്ധിച്ച് പറയുന്നത്, നസലത്ത് ബഅദ മുദ്ദത്തിൻ ഫി അബീ ജഹൽ നാസബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദാവത്തൻ വനഫാഹു അനിസ് സ്വലാത്തി ഫിൽ മസ്ജിദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂജഹൽ ശത്രുത പുലർത്താണ് ചെയ്തത്. നാസബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദാവത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂജഹൽ ശത്രുത പുലർത്തുകയും വനഹാഹു അനിസ് സ്വലാത്തി ഫിൽ മസ്ജിദി, മസ്ജിദുൽ ഹറാമിൽ കഅബയുടെ ചാരത്ത് വെച്ച് നമസ്കരിക്കുന്നത് അബൂജഹൽ തടയുകയും ചെയ്തു. ആ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അബൂജഹൽ മുഹമ്മദ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിസ്കരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് മാത്രമല്ല, അത് പറഞ്ഞിട്ട് പിന്നെ അബൂജഹൽ പറഞ്ഞതെന്താണ്, അന്നഹു ഖാല അന്നഹു റആഹു, അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്കരിക്കണേ കണ്ടപ്പോൾ ഖാല അബൂജഹൽ പറഞ്ഞു, ലഇൻ റഅയ്തു മുഹമ്മദൻ യസ്ജുദു ഇൻദൽ കഅബത്തി, ഇനി മേലിൽ മുഹമ്മദ് കഅബൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ സുജൂദ് ചെയ്യണത് കണ്ടിട്ടുണ്ടെങ്കിൽ ലഅതഅന്ന അലാ ഉനുഖിഹി, അവൻ്റെ പെരടിക്ക് ഞാൻ ചവിട്ടുമെന്ന് അബൂജഹൽ പറഞ്ഞു. മുഹമ്മദിൻ്റെ പെരടിക്ക് ചവിട്ടുമെന്ന് പറഞ്ഞ അബൂജഹൽ എത്ര മാന്യനാലേ. നമ്മളെ ജബ്ബാറിന് പറ്റിയ കക്ഷിയാണ് അദ്ദേഹം. അപ്പോൾ അതിനെ തുടർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വയുർവ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റദ്ദ അലൈഹി വന്തഹറഹു വതവഅദഹു എന്ന് പറഞ്ഞത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹൽ ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനോട് ശക്തമായ ഭാഷയിൽ തന്നെ സംസാരിക്കുകയും അബൂജഹലിൻ്റെ ഈ ഭീഷണിക്ക് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ജബ്ബാറാണ് എന്ന് നോക്കുക, എന്തായിരിക്കും ജബ്ബാറിൻ്റെ അവസ്ഥ? ഇപ്പം ജബ്ബാർ ഇസ്ലാമിനതിൽ ഇങ്ങനെ കയർത്തുണ്ടല്ലോ. ജബ്ബാറിനോട് അതിൻ്റെ പേരിൽ ഒരാൾ തട്ടിക്കയറിയാൽ ജബ്ബാർ എന്ത് ചെയ്യും? അയാളുടെ നേരെ വളരെ മാന്യമായി അയാളെ ഒന്ന് വാക്ക് പറഞ്ഞിട്ട് വിടും ജബ്ബാർ. അത്രേ ഉണ്ടാവുള്ളൂ. കാരണം ജബ്ബാർ വലിയ മാന്യനാണ്, അയാൾ വലിയ മാനുഷിക മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അയാൾ മതേതരനാണ്, ജനാധിപത്യവാദിയാണ്. അതുകൊണ്ട് അയാളിൽ നിന്ന് നമുക്ക് ജബ്ബാറിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീവ്രവാദിയാണ്, അദ്ദേഹം മതവാദിയാണ്, അദ്ദേഹം ജനാധിപത്യവാദിയല്ല. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ളതേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് ജബ്ബാറിൻ്റെ ഭാഷ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ജബ്ബാറുമാർ യഥാർത്ഥത്തിൽ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ജബ്ബാർ ആ തഫ്സീറിൻ്റെ ഇംഗ്ലീഷ് ഇത് വായിച്ചിട്ട് അർത്ഥം പറയാതെ വിട്ടത്? ബാക്കിയുള്ളതൊക്കെ അയാൾ വായിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് വായിച്ചിട്ട് അയാൾ അർത്ഥം പറയില്ല. അതിൽ തന്നെ പറയണത് എന്താണ്? അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഡിഡ് വി നോട്ട് വാൺ യു എഗെയിൻസ്റ്റ് ദിസ് എന്നാ മുഹമ്മദ്, ഇതിനെതിരിൽ ഞാൻ നിന്നെ താക്കീത് ചെയ്തിരുന്നില്ല എന്നാ, വാണിംഗ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ആ ജബ്ബാർ വായിച്ച് അതിൽ തന്നെ പറയുന്നത്. ആ അർത്ഥം ജബ്ബാർ പറയില്ല. അപ്പോൾ ജബ്ബാറിൻ്റെ ഒളിച്ച് കളി എത്ര സമർത്ഥമായിട്ടാണ് നടത്തുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്.